നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് UNAV മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം MET ആൻഡ് RPT കുറിച്ചിട്ടാണ്. MET എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോട്ടിവേഷണൽ എൻഹാൻസ്മെന്റ് തെറാപ്പി ആൻഡ് RPT ഈസ് റിലാപ്സ് പ്രിവെൻഷൻ തെറാപ്പി. സോ ഇത് രണ്ടും ആൽക്കഹോൾ അഡിക്ഷൻ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് ആണ്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് മെത്തഡോളജി എന്നും പറയാം. സോ MET എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. MET ഇറ്റ്സ് എ മോട്ടിവേഷണൽ എൻഹാൻസ്മെന്റ് തെറാപ്പി. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളായ വില്യം ആർ മില്ലറും സ്റ്റീഫൻ റോൾനിക്കും ആണ് ഇത് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഇതൊരു കൗൺസിലിംഗ് അപ്രോച്ച് ആയിട്ടാണ് ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു വ്യക്തിയിലുള്ള ഒരു ആംബിവാലൻസ് ആയിട്ട് അല്ലെങ്കിൽ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള തോട്ട്സിനെ അല്ലെങ്കിൽ ചിന്താഗതികളെ റിസോൾവ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനാണ് നമ്മൾ METയിലൂടെ നമ്മൾ ചെയ്യുന്നത്. മറ്റ് തെറാപ്പീസിൽ നിന്നും METയെ വ്യത്യസ്തമാക്കുന്നത് ക്ലയന്റിന്റെ ഒരു 100% ഇൻവോൾവ്മെന്റ് ഇതിൽ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ അതിന്റെ ഒരു സക്സസിലേക്ക് ഈ ഒരു അതിന്റെ ഒരു ഗോളിലേക്ക് ഇത് എത്തുകയുള്ളൂ. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ വെരി ഷോർട്ട് ടേം തെറാപ്പി. ഒരു 4 to 6 സെഷൻസ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻ ആണ് MET. സോ ഇതിൽ വി ആക്ച്വലി ഹെൽപ്പിംഗ് ദ ക്ലയന്റ് ടു ഫീൽ മോട്ടിവേറ്റഡ്. അതായത് ക്ലയന്റ് ഷുഡ് ഫീൽ ഓക്കെ, ഐ നീഡ് എ ചേഞ്ച്. ദേ ഷുഡ് ഫീൽ ദാറ്റ് ഇൻസ്പിറേഷൻ ടു ചേഞ്ച്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് നമ്മൾ METയിലൂടെ ചെയ്യുന്നത്. മാത്രമല്ല അവരുടെ ഹാർംഫുൾ ആയിട്ടുള്ള എന്ത് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ ആണ് ആ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷൻ എത്രത്തോളം ഡിസ്ട്രക്റ്റീവ് ആണ്, അതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ അവരിൽ കൊടുത്ത് ഓക്കെ ആ ഒരു ഐ നീഡ് ടു ചേഞ്ച് എന്നൊരു തോട്ടിലേക്ക് എത്തിക്കുമ്പോഴാണ് ഈ തെറാപ്പിയുടെ ഒരു പീക്ക് ലെവലിലേക്ക് എത്തുന്നത്. മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് ആൽക്കഹോൾ അബ്യൂസ്, ആൽക്കഹോളിസം അഡിക്ഷനും സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡറിനൊക്കെയാണ് നമ്മളിത് മെയിൻലി യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഒരു ഗോൾ, METയുടെ ഒരു ഗോൾ എന്താണെന്ന് വെച്ചാൽ ക്ലയന്റിനെ കൊണ്ട് തന്നെ ആ ഒരു കമ്മിറ്റ്മെന്റും ചേഞ്ച് ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെന്റും ആ മോട്ടിവേഷനും അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മെയിൻ ഗോള്. METയുടെ ഒരു ഹിസ്റ്ററി പറയാനാണെങ്കിൽ 1989 US-ലെ NIAAA ആണ് ഒരു പ്രോജക്റ്റ്, ഒരു മാച്ച് എന്ന പേരുള്ള മാച്ചിങ് ആൽക്കഹോളിസം ട്രീറ്റ്മെന്റ് ടു ക്ലയന്റ് ഹെട്രോജീനിറ്റി എന്നൊരു പ്രോജക്റ്റ്. ഇറ്റ്സ് 8 year മൾട്ടി സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. സോ ഇതിൽ ഒരു 3 types ഓഫ് ട്രീറ്റ്മെന്റ്സ് ഡെവലപ്പ് ചെയ്തിരുന്നു. അതിൽ ഒന്ന് ഇറ്റ്സ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ കോപ്പിംഗ് സ്കിൽസ് തെറാപ്പി, ദെൻ മോട്ടിവേഷണൽ എൻഹാൻസ്മെന്റ് തെറാപ്പി ആൻഡ് 12-step ഫെസിലിറ്റേഷൻ തെറാപ്പി. സോ ഇതില് ഈ 3 ട്രീറ്റ്മെന്റ്സിലും ഏറ്റവും കൂടുതലായിട്ട് അവര് ഒരു സെലക്ട് ചെയ്ത ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് മോട്ടിവേഷണൽ എൻഹാൻസ്മെന്റ് തെറാപ്പി അല്ലെങ്കിൽ MET എന്ന് പറഞ്ഞാൽ. സോ ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി ടൈം ലിമിറ്റഡ്, ടൈം ബൗണ്ട് ഇന്റർവെൻഷൻ ആണ് വിത്ത് ജസ്റ്റ് 4 sessions നേരത്തെ പറഞ്ഞതുപോലെ. ആൻഡ് ഇതിന്റെ ഒരു ഗോൾ എന്താന്ന് പറഞ്ഞാൽ ആ അവരിലുള്ള ക്ലയന്റിലുള്ള മോട്ടിവേഷനെ എവോക്ക് ചെയ്യുക, അതിനെ എന്താ പറയുക എൻഹാൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ. ഇനി METയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് എംപതി. ഏതൊരു കൗൺസിലിംഗ് അപ്രോച്ചിനും നമ്മൾ ഫസ്റ്റ്ലി പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു എംപത്തറ്റിക് അപ്രോച്ച് ഇൻസ്റ്റെഡ് ഓഫ് ഷോയിങ് സിമ്പതി. ലൈക്ക് നമ്മൾ അതായത് വി ആർ പുട്ടിങ് അവർ സെൽഫ് ഇൻ ടു ദെയർ ഷൂസ്. നമ്മളിൽ തന്നെ അവരെ കാണുക, അതായത് അവരുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളത് ഒരു വളരെ എംപത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊടുക്കുക എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് ഡെവലപ്പ് ഡിസ്ക്രിപ്പൻസി. ഇറ്റ് ഈസ് ദ തിങ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ബിറ്റ്വീൻ വാട്ട് വി ആർ നൗ ആൻഡ് വേർ വി വോണ്ട് ടു ബി, കറന്റ്ലി വേർ യു ആർ ഇൻ ആൻഡ് ഹൗ ഡു യു സീ യുവർ സെൽഫ് ഇൻ ദ നെക്സ്റ്റ് അപ്കമിങ് ടൈം. അപ്പോൾ അതാണ് ഒരു ഡിസ്ക്രിപ്പൻസി അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അവോയ്ഡ് ആർഗ്യുമെന്റ്. സോ നമ്മൾ ഒരിക്കലും നമ്മുടെ ക്ലയന്റുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആർഗ്യുമെന്റീവ് സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോവാതെ വളരെ എന്താ പറയാ അവരുടെ രീതിയിൽ നോക്കിക്കണ്ടുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും നമ്മൾ വളരെ അവര് ആർഗ്യുമെന്റിലേക്ക് എത്താത്ത രീതിയിലുള്ള ക്വസ്റ്റ്യനിങ്സ് ആയിരിക്കും നമ്മൾ അതിന്റെ METയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് റോളിംഗ് വിത്ത് റെസിസ്റ്റൻസ്. അതാണ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ. റോളിംഗ് വിത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ക്ലയൻസ് വിൽ നോട്ട് അക്സെപ്റ്റ് എവറിത്തിങ് that a therapist say. So അങ്ങനത്തെ circumstances what we do is we are actually giving them a chance to resist. We are actually giving them a chance to come up with hasty decisions, and we ask other benefit ചെയ്യുന്നുണ്ടോ, what are the benefits you are getting from that, or
Are there some other ways to look at it? So these are some of the techniques or ideas to how to talk with them. And next is support with self-efficacy. So it is a belief that we are giving our client that we can actually ഒരു particular task ശരിക്കും പെർഫോം ചെയ്ത് അത് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബിലീഫ് that they can accomplish a particular task, or it is possible to reduce drinking and thereby their related problems. അത് അവർക്ക് ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ബിലീഫ് അവരിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് METയുടെ സ്റ്റേജസിനെ കുറിച്ചിട്ടാണ്. METയുടെ സ്റ്റേജസിൽ ഫസ്റ്റ് വരുന്നത് പ്രീ കണ്ടംപ്ലേഷൻ, സെക്കൻഡ് ഈസ് കണ്ടംപ്ലേഷൻ, തേർഡ് വൺ ഇസ് preparedness, and the fourth one is action, fifth is maintenance, and the sixth one is relapse. So ഇതിൽ പ്രീ കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ there is no intention to change their behavior. That is because maybe they have been brought to the clinic or to the center forcefully by somebody or something. അവർ വളരെ മേ ബി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ ഫോഴ്സ്ഫുള്ളി ആയിട്ട് വിത്തൗട്ട് ദെയർ വില്ലിംഗ്നെസ് ടു ചേഞ്ച് ഓർ വിത്തൗട്ട് ദെയർ മോട്ടിവേഷൻ ടു ചേഞ്ച് അങ്ങനെ കൊണ്ടുവന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു സ്റ്റേജ്. ദർ ഇസ് നോ ഇന്റൻഷൻ ടു ചേഞ്ച് ദെയർ ബിഹേവിയർ, മേ ബി സം അതർ ബിക്കോസ് ഓഫ് ഒരു വിത്ഡ്രോവൽ കാണിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സിവിയർ കേസസിൽ സീഷേഴ്സ് കാണിക്കുന്നത് കൊണ്ടിട്ടൊക്കെ ഇങ്ങനെ സെന്റേഴ്സിലേക്ക് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരും. അപ്പോൾ അതാണ് ഇനീഷ്യൽ സ്റ്റേജ്, പ്രീ കണ്ടംപ്ലേഷൻ സ്റ്റേജ്. The next one is the contemplation stage. So here they are aware of the problem, like they are aware of there is a problem, or they know that the problem exists, but they don't know, but there is no commitment to action, or there is no commitment to change, or like they don't know how to do, they don't know how to start, or they don't have any plans, they don't have any direction. So this is when we as a therapist we can actually work with the client. So here നമ്മൾ ആ ഒരു ഡയറക്ഷൻ പ്രോപ്പർ ആയിട്ട് ഇന്റർവെൻഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ then they go to the next stage, that is preparation stage. So here the client come up with many ideas, they come up with many plans to change, but there is no action. ഒരു തോട്ട് ലെവലിൽ അല്ലെങ്കിൽ ഒരു തിങ്കിങ് ലെവലിൽ there are many they come up with many plans, which all things can be done, this can be done, that can be done, which all things to avoid. അത്തരത്തിലുള്ള ഒരു തോട്ട് ലെവൽ ഉണ്ടാവും, പക്ഷെ they are not putting into action, ഒരു ആക്ഷൻ അപ്ലൈ ചെയ്തിട്ടില്ല. സോ ദ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ആക്ഷൻ സ്റ്റേജ്. സോ ഇവിടെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ബിഹേവിയറൽ ചേഞ്ച്, അല്ലെങ്കിൽ they are actually applying the action, they are actually committing to act for the change in their behavior. So it can be maybe handling cravings ആയിരിക്കാം, or maybe enhancing their dietary patterns, ഇതൊക്കെ ആയിരിക്കാം ആക്ഷനിൽ വരുന്നത്. And the next one is maintenance. അപ്പോൾ ഈ ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞ് ആ ചേഞ്ച് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഈ ചേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ സസ്റ്റെയിനിങ് ദ ചേഞ്ച് ദേ ഹാവ് മെയ്ഡ്, അതാണ് മെയിൻ്റെനൻസ്, അല്ലെങ്കിൽ നമ്മൾ ആബ്സ്റ്റിനൻസ് എന്ന് പറയും ഇതിന്. പക്ഷെ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നത് കണ്ടിട്ട് ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദ തെറാപ്പി. മേ ബി ദ ക്ലയന്റ് may go to the relapse. So we will be discussing about relapse soon. Relapse എന്ന് പറഞ്ഞാൽ maybe they may fall back into all the patterns of drinking behavior or substance use behavior, like they may fall back. So we should actually recognize, or we should check that if the client is actually going to a recovery or a relapse എന്നുള്ളത്, because for that we actually have to maintain the relationship with the client. We actually have to give the proper follow-ups, ഒരു ആബ്സ്റ്റിനൻസ് പീരീഡിൽ നിന്നും റിലാപ്സിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു നമ്മളെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. സോ കമ്മിങ് ടു റിലാപ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡ്രിങ്കിങ് ഒരു ബിഹേവിയറിൽ നിന്നും നമ്മളതൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി, ഡ്രിങ്കിങ് ഒക്കെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്ന ആ ഒരു ബിഹേവിയറിൽ നിന്നും നമ്മളൊക്കെ മാറി, വി സ്റ്റോപ്പ് ഡ്രിങ്കിങ്. So that period is known as abstinence. So abstinence can be maybe for 6 months, maybe for 1 year. So പക്ഷേ there are chances that the individual may go back to the drinking old pattern of drinking behavior, maybe വീണ്ടും ഡ്രിങ്കിങ് തുടങ്ങും. അപ്പൊ ഇതിനെയാണ് നമ്മൾ റിലാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് റിലാപ്സ്
it's actually a part of recovery process. It's not like a failure in the treatment process. It is actually a part of the recovery process, relapse. Okay, in relapse in the stages that is first one is emotional relapse. Emotional relapse, the person, the individual may feel very difficult to handle their emotions. They need to vent up on their emotions to someone. It's very hard to control their emotions. So either proper intervention that can lead to psychological relapse. Psychological relapse, the individual will be giving suggestions to themselves that the only way to handle this situation or this stress is by drinking or using other substances. അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ റിലാപ്സിലേക്ക് പോയി. ഇനി the next stage എന്ന് പറഞ്ഞാൽ that is physical relapse. That is the individual may feel very difficult to handle their emotions. So they actually start consuming alcohol. So this is the physical relapse. ഇതിന്റെ പല ഫാക്ടേഴ്സ് ഉണ്ട് റിലാപ്സിന്. ഇപ്പോൾ ക്യാൻ ബി ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ, എൻവിറോൺമെന്റൽ, സോഷ്യൽ പ്രഷർ ഒക്കെയാണ് ഇതിന്റെ പല ഫാക്ടേഴ്സ്. ഇറ്റ് ക്യാൻ ബി ലൈക്ക് ഇപ്പോൾ ഇൻട്രാപേഴ്സണൽ അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് feelings or emotions like anger, frustration, loneliness, boredom, stress, depression, തുടങ്ങിയ emotions, or physiological kind of states. ഒരു നെഗറ്റീവ് ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് ക്യാൻ ബി വിത്ഡ്രോവൽ, ഒരു ടയർഡ്നെസ്, അങ്ങനെ പല രീതിയിലുള്ള പറഞ്ഞ പോലെ സീഷേഴ്സ്, ഇങ്ങനത്തെ ഫിസിയോളജിക്കൽ നെഗറ്റീവ് സ്റ്റേറ്റ്സ് വന്നാലും ഇത് റിലാപ്സിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇന്റർപേഴ്സണൽ, ദാറ്റ് ക്യാൻ ബി റിലേഷൻഷിപ്സിൽ ഉണ്ടാവുന്ന ഡിസ്കോർഡർ, മേ ബി ലൈക്ക് മാരൈറ്റൽ ഡിസ്കോർഡർ, ആങ്കർ, ഫ്രസ്ട്രേഷൻ, ഇതെല്ലാം ഇന്റർപേഴ്സണലിൽ വരും. ഈവൻ ദ എംപ്ലോയ്മെന്റ്, ഒരു എന്താ പറയാ, എംപ്ലോയ്മെന്റ് വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന സ്ട്രെസ്, സോ ഇതൊക്കെ ഒരു ഫാക്ടേഴ്സ്. ആൻഡ് ഓൾസോ സോഷ്യൽ പ്രഷർ, പിയർ ഗ്രൂപ്പിൽ നിന്ന് ഉണ്ടാകുന്ന പ്രഷേഴ്സ്, അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ റിലാപ്സ് സംഭവിക്കാം. നെക്സ്റ്റ് റിലാപ്സ് പ്രിവെൻഷൻ. ഹൗ ടു പ്രിവെന്റ് റിലാപ്സ്. ഇങ്ങനെ ഒരു റിലാപ്സ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് റിക്കവറി പ്രോസസ്. സോ ഹൗ ടു പ്രിവെന്റ് ഇറ്റ്. അപ്പോൾ ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്ത്, ഇറ്റ്സ് ആക്ച്വലി എ സിസ്റ്റമാറ്റിക്കൽ മെത്തേഡ് ടു ടീച്ച് യുവർ patient how to recognize and manage the warning signs of relapse. ഇത്തരത്തിലുള്ള സിംറ്റംസും റിലാപ്സിന്റെ സൈൻസ് വരുമ്പോൾ അത് എങ്ങനെ അത് മാനേജ് ചെയ്യണം, ഷുഡ് ബി എക്സ്പെക്റ്റഡ്. സോ അത് വരും എന്ന് വിചാരിച്ചിട്ട് അതിനെങ്ങനെ മാനേജ് ചെയ്യാന്നിട്ടുള്ള സിസ്റ്റമാറ്റിക് ടീച്ചിങ് ആസ് എ തെറാപ്പിസ്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് മെനി അതർ ടെക്നിക്സ് ലൈക്ക് ക്രേവിംഗ് മാനേജ്മെന്റ് ടെക്നിക്സ്. ഇപ്പോൾ അതിൽ 5 Ds എന്ന് പറയും. ഇറ്റ് ഈസ് ലൈക്ക് drinking water, deep breath, distance, and delay, and discuss. So drinking water is we can make hydration, body ke ഒരുപാട് hydration കൊടുക്കുക. We tend to we feel like we need to take alcohol. And then the next is deep breathing. So it actually calm down your stress breathing load. And then the next is ഡിലേയിങ്. ഇപ്പൊ കുടിക്കാൻ തോന്നുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇന്റർവെൽ ഇട്ടിട്ട് അങ്ങനെ ഒരു അത് ഗ്യാപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി എഫക്റ്റീവ്. ദ നെക്സ്റ്റ് ഇസ് ഡിസ്റ്റൻസ്. അപ്പൊ എവിടെയാണോ നമുക്ക് ആ ഒരു മേബി പിയർ ഗ്രൂപ്പിലാണെങ്കിൽ അവിടെ നിന്നും ഡിസ്റ്റൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ആണെങ്കിൽ അവിടെ നിന്നും ഡിസ്റ്റൻസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഡിസ്കസ് വിത്ത് യുവർ തെറാപ്പിസ്റ്റ്, വിത്ത് യുവർ ഡോക്ടേഴ്സ്, വിത്ത് യുവർ മേബി യുവർ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യാം. ആൻഡ് മെനി അതർ ടെക്നിക്സ് ഓഫ് മേബി ആങ്കർ മാനേജ്മെന്റ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. റിലാക്സേഷൻ, സ്ട്രെസ് റിലാക്സേഷൻ ടെക്നിക്സ് ഇതിൽ യൂസ് ചെയ്യാം. ആൻഡ് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഈസ് ഓൾസോ വെരി ഹെൽപ്ഫുൾ ഫോർ റിലാപ്സ് പ്രിവെൻഷൻ. ഒരു പോസിറ്റീവ് അഡിക്ഷൻ ലൈക്ക് ഒരു ജിമ്മിൽ എപ്പോഴും വർക്ക്ഔട്ട്, ജിം എന്തൂസിയാസ്റ്റ് ആയിട്ട് മാറുക, അങ്ങനെയുള്ള പോസിറ്റീവ് അഡിക്ഷൻസ്, ഈവൻ റിക്രിയേഷണൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുക. സോ ഇതൊക്കെ റിലാപ്സ് പ്രിവെൻഷന് ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു.